ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5/7/2025 നടന്ന LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ മാത്സ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ആൻസർ ഓപ്ഷൻ ബി, സവർണ ജാഥ. 2. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 3. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ സി, 1917. 4. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ജെയിംസ് ഓട്ടിസ്. 5. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ചൈനീസ് വിപ്ലവം. 6. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ ബി, അന്റോണിയോ ഗുട്ടറസ്. 7. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം? ആൻസർ ഓപ്ഷൻ ഡി, നാസ്ക. 8. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം? ആൻസർ ഓപ്ഷൻ എ, ലോക്ടക്. 9. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്? ആൻസർ ഓപ്ഷൻ സി, പശ്ചിമവാതങ്ങൾ. 10. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ആഗ്നേയ ശിലകൾ. 11. കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി, കുണ്ടറ. 12. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ സി, യമൻ. 13. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി, 1982. 14. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ക്ഷീരോത്പാദനം. 15. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ എ, 4ാം പഞ്ചവത്സര പദ്ധതി. 16. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി. 17. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. 18. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സഞ്ജയ് മൽഹോത്ര. 19. 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഇസ്രായേൽ. 20. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 4. അപ്പോൾ ഏതൊക്കെയാ? പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 പാർട്ട് 4 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായി മേത്തയാണ്. അപ്പോൾ ഇത് 3 ശരിയായിട്ടുള്ളത്. 21. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 14, 19, 21. 22. താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ ശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി, സൈബർ നിയമങ്ങൾ. 23. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത വനിത ആര്? ആൻസർ ഓപ്ഷൻ ബി, ദാക്ഷായണി വേലായുധൻ. 24. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. ഏതൊക്കെയാ? പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. 25.
ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ സി, ഡി ഗുഗേഷ്. 26. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ആൻസർ ഓപ്ഷൻ ഡി, ജ്ഞാനേഷ് കുമാർ. 27. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ആൻസർ ഓപ്ഷൻ സി, 1600. 28. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇപ്പം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. ഇത് മാത്രമാണ് ശരി. ഏതാണത്? കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. 29. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? ആൻസർ ഓപ്ഷൻ ഡി, ഫീസില്ല. 30. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. 31. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. ഏതൊക്കെയാ? സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായി നിയമിക്കുന്നു. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ. 32. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? ആൻസർ ഓപ്ഷൻ സി, 15. 33. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കെ സ്മാർട്ട്. 34. ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ അഥവാ സ്പീഷീസിൻ്റെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റിവറ്റ് പോപ്പർ സിദ്ധാന്തം. 35. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. 36. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നേർവഴി. 37. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സൈക്ലോസ്പോറിൻ എ. 38. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, 1, 2. ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. 39. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കരിമ്പുഴ. 40. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, 1, 2. ഏതൊക്കെയാ? മൈക്രോ RNA കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിനു വേണ്ടി. 41. ആട്ടിടയന്മാരുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പഹൽഗാം.
42 സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏത്? ആൻസർ ഓപ്ഷൻ ബി നീല. 43 ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ആൻസർ ഓപ്ഷൻ സി ഘർഷണ ബലം. 44 ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഖരം. 45 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. 46 ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി S-400 ട്രിംഫ്. 47 ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം? ആൻസർ ഓപ്ഷൻ ബി കുറയുന്നു. 48 അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ എസ് ബ്ലോക്ക്. 49 അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? ആൻസർ ഓപ്ഷൻ ഡി 44.8 ലിറ്റർ. 50 താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി നൈട്രിക് ആസിഡ്. 51 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. 52 താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടം. 53 കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി GV രാജ. 54 തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ആൻസർ ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായർ. 55 താരത് മാമക ഹൃദയം വീണത് ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശില കൂടത്തിനുമുയിരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ വയലോപ്പള്ളി ശ്രീധരമേനോൻ വിട. 57 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ആൻസർ ഓപ്ഷൻ എ പായൽ കപാഡിയ. 58 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ എ പ്രഭാവർമ്മ. 59 ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ? ആൻസർ ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 60 HDMIയുടെ പൂർണ്ണ രൂപം എന്ത്? ആൻസർ ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. 61 ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ആൻസർ ഓപ്ഷൻ എ GIF. 62 താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ബി DuckDuckGo. 63 സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. 64 വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി 2. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 107. 66 ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി 2005 സെപ്റ്റംബർ 13. 67 പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി? ആൻസർ ഓപ്ഷൻ ഡി സമയപരിധി ഇല്ല. 68 കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ തലശ്ശേരി.
69 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. ആൻസർ ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. 70 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 71 ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2a അധികം n-1 ഇൻറ്റു d. ഇപ്പോൾ ഒരു n പദങ്ങളുടെ ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? 12ാം പദവും 22ാം പദവും തമ്മിലുള്ള തുകയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം T12 അധികം T22 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ T12 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? A+11D എന്ന് എഴുതാം. T12 നമുക്ക് എങ്ങനെ എഴുതാം? A+11D. T12 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? A+11D കണ്ടുപിടിച്ചാൽ T12 കിട്ടും. നമുക്ക് T12 ഇങ്ങനെ എഴുതാം. അധികം T22 എങ്ങനെ എഴുതാം? A+21D എന്ന് എഴുതാം. A+21D എന്ന് പറയുന്നത് T22 ആണ്. T12 A+11D എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടുന്നത് 100 തന്നിട്ടുണ്ടല്ലോ, 100. ഇതിനെ കൂട്ടാം. A അധികം A 2A, 2A അധികം 11D അധികം 21D എന്ന് പറയുന്നത് 32D = 100. ഇങ്ങോട്ട് എഴുതാം. 2A അധികം 32D എന്ന് പറയുന്നതാണ് 100. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 33 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 33 പദങ്ങളുടെ തുകയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d ആണ്. അപ്പോൾ ഇത് എടുക്കാം. 33 പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്തുമായിരിക്കും? 33/2 ഇൻറ്റു 2a അധികം n-1 ഇൻറ്റു d. ഇങ്ങോട്ട് എഴുതാം. 33/2 ഇൻറ്റു 2a അധികം n-d ഇൻറ്റു d എന്ന് പറയുന്നത് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? n എന്ന് പറയുന്നത് 33 അല്ലേ? 33 - 1 ഇൻറ്റു d ആണ്. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 33/2 ഇൻറ്റു 2a അധികം 32d. 2a അധികം 32d എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ? 100 അല്ലേ? 2a അധികം 32d എന്ന് പറയുന്നത് 100 ആണ്. തന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ വില ഇട്ട് കൊടുത്താൽ മതിയല്ലേ? 33/2 ഇൻറ്റു 100 = എത്ര കിട്ടും? 2 വെട്ട് പോകുമ്പോൾ 50 കിട്ടും. 33 ഗുണം 50 എന്ന് പറയുന്നത് 1650 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 1650. അപ്പോൾ ആൻസർ കറക്റ്റ് ആണോ നോക്കാം നമുക്ക്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1650. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത കണക്ക് 72. 27x ഭാഗം 3² = 3/7 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ എക്സിൻ്റെ വിലയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങോട്ട് എഴുതാം. 27x ഡിവൈഡ് ബൈ 3ൻ്റെ സ്ക്വയർ അല്ലേ പറഞ്ഞേക്കുന്നത്. ഇത് ഭാഗിക്കുകയല്ലേ പറഞ്ഞേക്കുന്നത്. ഇസിക്കൽ ടു എത്ര കിട്ടുമെന്നാണ് പറഞ്ഞാൽ 3/7 3/7. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. 27x ഇസിക്കൽ ടു 3/2 ഇൻറ്റു 3/7. അപ്പോൾ ഇങ്ങനെ ഗുണിക്കുമ്പോൾ എന്താ ചെയ്യണം, ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 27x എന്ന് പറയുന്നത് 3/9 അല്ലേ. 3/9 27x എന്ന് പറയുന്നത്. 3/3 എന്ന് പറയുന്നതല്ലേ 27 എന്ന് പറയുന്നത് ഇൻറ്റു എക്സ് സിക്കൽ ടു 3/9. 3/3x സിക്കൽ ടു 3/9. അപ്പോൾ ഇതിനെ മാത്രം ഈ ഭാഗം എടുക്കാം. 3x സിക്കൽ ടു 9. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും, 9/3. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്, 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 73. 6000 രൂപ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എത്ര? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ 2 രീതിയിൽ ചെയ്യാം നമുക്ക്. ആദ്യം ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് പി രൂപയ്ക്ക് 6% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും 3 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എസ് ഐ മൈനസ് സി ഐ സിക്കൽ ടു അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 അധികം R/100. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയിട്ട് ചെയ്താൽ ഇതാണ്. അപ്പോൾ ഇത് 3 വർഷത്തേക്കുള്ളതാണ്. 3 വർഷത്തേക്കാണ് ഈ ഇക്വേഷൻ വരുന്നത്. 2 വർഷത്തേക്കാണെങ്കിൽ ഇത്തരം ചെയ്താൽ പി ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ. ഇതാണ് 2 വർഷത്തേക്കുള്ളത്. ഈ ഇക്വേഷനാണ്. 3 വർഷത്തേക്കാകുമ്പോൾ ഗുണം 3 അധികം R/100 കൂടെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ചെയ്ത് നോക്കാം. തുക 6000 ആണ്. ഇൻറ്റു 10/100 സ്ക്വയർ ഇൻറ്റു 3 അധികം 10/100. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? 10/100 ഇൻറ്റു നല്ല സ്ക്വയർ വരുമ്പോൾ 2 പ്രാവശ്യം ഗുണിക്കുക. ഗുണം 3 അധികം 10/100 വെട്ടിപ്പോവും. 60 എന്ന് കിട്ടും. 60 ഇവിടെ എത്ര കിട്ടും? ഗുണം 31/10 എന്ന് കിട്ടും. ഇനി വെട്ടിപ്പോവും. 31 ഗുണം 6 186 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ വേറെ മെത്തേഡ് ചെയ്യാം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 331 എന്ന് അല്ലേ, അതിലിട്ട് കൊടുക്കാം. അപ്പോൾ 6000 രൂപയ്ക്ക് 10% പലിശ 3 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 6000ത്തിൻ്റെ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്രയാണ്? 600 ഇവിടെ എഴുതുക. 600ൻ്റെ 10% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 60 കിട്ടും. അതിവിടെ എഴുതുക. 60ൻ്റെ 10% 6 കിട്ടും.
ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക, ഈ ഭാഗം വേണ്ട. ഇതെടുക്കുക, 3 ഗുണം 60 1 ഗുണം 6. 3 ഗുണം 60 എത്ര കിട്ടും? 180 കിട്ടും. 1 ഗുണം 6 6 കിട്ടി. 180 അധികം 6 186 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡിലും ചെയ്യാം. അപ്പോൾ 2 മെത്തേഡിൽ ഇത് ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഇട്ടും ചെയ്യാം, പിന്നീട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ 3-3-1 മെത്തേഡിലും ഇത് ചെയ്യാം. അപ്പോൾ 2 വർഷമാണ് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏത് ആയിരിക്കും ഇത് ഇട്ട് കൊടുക്കണം? 2 1 എന്ന രീതിയിൽ ചെയ്യണം. 4 വർഷമാണെങ്കിൽ 4 6 4 1. അപ്പോൾ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക, അതെടുക്കണ്ട, ബാക്കി അങ്ങോട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് 186. ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, 186 രൂപ. ഇനി അടുത്ത 74. 15 നോട്ട് ബുക്കുകൾ 330 രൂപയ്ക്ക് വാങ്ങിയാൽ 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 15 നോട്ട് ബുക്കിന് 330 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 330 ഡിവൈഡ് ബൈ 15 എത്ര കിട്ടും? 22 കിട്ടും. അപ്പോൾ ഒരു നോട്ട് ബുക്കിന് 22 രൂപയാണ്. ഒരു നോട്ട് ബുക്കിൻ്റെ വില 22 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കും? 418 ഡിവൈഡ് ബൈ 22 19. ഡിവൈഡ് ചെയ്യുമ്പോൾ 19 ആണ് ആൻസർ കിട്ടുന്നത്. ആൻസർ 19. നോക്കാം കറക്റ്റ് ആണോ എന്ന്. ആൻസർ ഓപ്ഷൻ ബി, 19. ഇനി അടുത്ത കണക്ക്. 16 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളച്ച് 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? സമചതുരത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമചതുരത്തിനെയാണ് വളച്ചിട്ട് 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വിസ്തീർണമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സമചതുരത്തിൻ്റെ ഒരു വശം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശത്തിന് നമുക്ക് എ എന്നെടുക്കാം. എ എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സമചതുരത്തിനെയാണല്ലോ വളച്ച് ചതുരമാക്കി മാറ്റുന്നത്. പിന്നെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ചതുരത്തിൻ്റെ വീതി തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ വീതി തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ വീതി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ വളച്ചാണ് ഒരു ചതുരമാക്കി മാറ്റുന്നത്. അതിൻ്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ചതുരത്തിൻ്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും ചുറ്റളവ് തുല്യം തന്നെ ആയിരിക്കും. കാരണം ഇതിനെയാണല്ലോ വളച്ച്, ഈ സമചതുരത്തിനെയാണ് വളച്ച് ചതുരമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുറ്റളവ് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. സമചതുരത്തിൻ്റെ ചുറ്റളവ് 4a ആണ്. ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4a ആണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4a. അപ്പം a ഇവിടെ ഉണ്ട് 16. അപ്പം 4 ഗുണം 16 64 എന്ന് കിട്ടും. അപ്പോൾ ഈ 64 തന്നെയാണ് ചതുരത്തിൻ്റെയും ചുറ്റളവ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. ചതുരത്തിൻ്റെ ചുറ്റളവ്, ചതുരത്തിൻ്റെ ചുറ്റളവ്. ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ്. 2 × L + B ആണ് ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അത് എത്രയാണ്? 64. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് = ചതുരത്തിൻ്റെ ചുറ്റളവ്, രണ്ടും തുല്യം തന്നെ. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 × L + B. അപ്പോൾ ഇവിടെ ബിയുടെ അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം 2 × L + B എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10. വീതി 10 എന്ന് തന്നിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചതുരത്തിൻ്റെ. അപ്പോൾ L + 10 = 64. അപ്പോൾ ഇത് ഈ 2 കൊണ്ട് അകത്തോട്ട് ഗുണിക്കുക. അപ്പോൾ 2L + 2 × 10 20 = 64. എന്തോ സംഖ്യ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ 2L എന്ന് പറയുന്നത് 64 - 20. അപ്പോൾ എത്ര കിട്ടും? 44 കിട്ടും. അപ്പോൾ 2L 44 ആണെങ്കിൽ L എന്ന് പറയുന്നത്
44/2 എത്ര കിട്ടി? 22 എന്ന് കിട്ടി. അപ്പോൾ L 22 എന്ന് കിട്ടി. അപ്പോൾ നീളം 22. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. L = 22, B = 10 നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇനി ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നീളം ഗുണം വീതി. നീളം ഗുണം വീതി. നീളം ഗുണം വീതി, അതായത് L ഗുണം B. L ഗുണം B = 22 ഗുണം 10, 220 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ 220 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ എ 220 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത 76. ഒറ്റയാനെ കണ്ടെത്തുക. 16, 81, 64, 256, 625. അപ്പോൾ 2/4 16 എന്ന് പറയുന്നത്. 2/4 16. 2/4 16. 3/4 81. 4/3 64. 4/4 256. 5/4 625. അപ്പം ഇതിനകത്ത് വ്യത്യാസമായിട്ട് വരുന്നത് 4/3. 4/3 64. അപ്പോൾ അതാണ് ഇതിനകത്തെ ഒറ്റയാൻ 64. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഒറ്റയാനായിട്ട് വരുന്നത്. 77. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 7, 25, 61, 121. അപ്പോൾ ഇതിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ് -1 7 എന്ന് പറയുന്നത്. 2ൻ്റെ ക്യൂബ് -1 7. 3ൻ്റെ ക്യൂബ് -2 25. 4ൻ്റെ ക്യൂബ് -3 61. 5ൻ്റെ ക്യൂബ് -4 121. അപ്പോൾ ഇനി അടുത്ത വരുന്നത് 6ൻ്റെ ക്യൂബ് -5 എത്ര കിട്ടും? 211 കിട്ടും. അപ്പോൾ അടുത്ത വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 211 ആൻസറായിട്ട് വരേണ്ടത്. ഇനി അടുത്ത കണക്ക് വില കാണുക. 3000 ഭാഗം 5ൻ്റെ സ്ക്വയർ അധികം 1200 ഭാഗം 2ൻ്റെ ക്യൂബ് മൈനസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കാം. 3000 ഭാഗം 5ൻ്റെ സ്ക്വയർ ആണ് പറഞ്ഞേക്കുന്നത്. 3000 ഭാഗം 5ൻ്റെ സ്ക്വയർ 25 അധികം 1200 ഭാഗം 2ൻ്റെ ക്യൂബ് എത്ര കിട്ടും? 8 ആണ് അല്ലേ? അധികം -4. ഇത് വെട്ടുമ്പോൾ 120 കിട്ടും. ഇവിടെ 150 കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 120 അധികം 150 -4. 270 -4 266. അപ്പോൾ ആൻസർ 266 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 266. 79. 2007 ജനുവരി 1 തിങ്കൾ ആയാൽ 2011 ജനുവരി 1 ഏത് ദിവസം? നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. 2007 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. 2008 ജനുവരി 1 ചൊവ്വാഴ്ചയായിരിക്കും. ഒന്നുകൂടും, ചൊവ്വാഴ്ചയായിരിക്കും. 2009 ജനുവരി 1 വരുമ്പോഴോ? ജനുവരി 1 ആകുമ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം വരും. കാരണം ഇവിടെ അതിവർഷം ഇവിടെ വന്നതുകൊണ്ട് എന്ത് വരും? വ്യാഴം വരും. 2010 ജനുവരി 1 വരുമ്പോൾ 2010 ജനുവരി 1 വരുമ്പോൾ വെള്ളിയാഴ്ച.
അപ്പോൾ 2011 ജനുവരി 1 ശനിയാഴ്ച. 2011 ജനുവരി 1 ശനി. അപ്പോൾ ആൻസർ ശനി. നോക്കാം നമുക്ക് ആൻസർ. ആൻസർ ഓപ്ഷൻ സി, ശനി. 80. സിയുടെ മകനാണ് ബി. സിയും പിയും സഹോദരന്മാരാണ്. പിയുടെ അമ്മയാണ് ആർ. ആറിൻ്റെ മകനാണ് എഫ്. എന്നാൽ എഫ് ബിയുടെ ആരാണ്? അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്? അത് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. സിയുടെ മകനാണ് ബി. അപ്പോൾ സിയുടെ എഴുതാം. സിയുടെ മകൻ ആണ് ബി എന്ന് പറയുന്നത്. സിയും പിയും സഹോദരിമാരാണ്. അപ്പോൾ സിയുടെ സഹോദരിയാണ് ആര്? പി എന്ന് പറയുന്നത്. പിയുടെ അമ്മയാണ് ആർ. അപ്പോൾ സിയുടെയും പിയുടെയും അമ്മയാണ് ആരെന്ന് പറയുന്നത്? സഹോദരിമാരാണല്ലോ അവർ. ആർ എന്ന് പറയുന്നത്. ആറിൻ്റെ മകനാണ് എഫ്. അപ്പം ഇവരുടെ സഹോദരനായിരിക്കും എന്ത്? ആര്? എഫ് എന്ന് പറയുന്നത്. ആറിൻ്റെ 3 മക്കളാണ് ഉള്ളത്, സി, പി, എഫ്. എന്നാൽ എഫ് ബിയുടെ ആരാണ്? എഫ് ബിയുടെ ആരായിരിക്കും? അപ്പം അമ്മാവനായിരിക്കും. ആൻസർ ഓപ്ഷൻ സി. 81. The cobra writhed and lashed about dash a frightening manner. Answer option C, in. 82. Find out the correct answer. She dashed longer if she hadn't fallen. Answer option D, would have lived. 83. Something bitter and dash tasting was coming up in his mouth. Answer option A, while. 84. Identify the correct question tag. I think he is from London dash. Answer option B, isn't he. 85. Select the correct indirect form of the given sentence. Don't push me, the beggar. Answer option B. The beggar requested them not to push him. 86. Anatolian means people of dash. Answer option B, Asia Minor. 87. Synonym of alienable adjective ആണ്. ആൻസർ ഓപ്ഷൻ സി, ട്രാൻസ്ഫെറബിൾ. 88. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, ഇൻ റിട്ടേൺ ഫോം. 89. ദ ക്വാളിറ്റി ഓഫ് ബീങ് ക്ലവർ, ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഈസ്. ആൻസർ ഓപ്ഷൻ സി, ഇൻജെനുവിറ്റി. 90. Rearrange the parts of the sentence in correct order. Answer option C, SPQR. If you do your work with dedication and honesty, people will know how hard you have tried. 91. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? ആൻസർ ഓപ്ഷൻ സി, ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. 92. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. 93. ശരിയായ പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ, സ്വൈര്യം. ഈ സ്വൈര്യമാണ് ശരിയായിട്ടുള്ളത്. 94. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ അധികം ഇടം. ആൻസർ ഓപ്ഷൻ ബി, അവിടം. 95. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി, തക്ക സമയത്ത് പ്രയോജനപ്പെടുക. 96. പിരിച്ചെഴുതുക വിണ്ടലം. ആൻസർ ഓപ്ഷൻ സി, വിൺ അധികം തലം. 97. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കന്ദരം, കന്താരം. ആൻസർ ഓപ്ഷൻ ബി ആണ്. കന്ദരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്, കന്താരം പേരാൽ. 98. വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ആൻസർ ഓപ്ഷൻ സി, അപകർഷം. 99. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആൻസർ ഓപ്ഷൻ ഡി, പൂന്തോട്ടം, ഉദ്യാനം. 100. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി, വിപരീത അർത്ഥ പ്രയോഗം. അപ്പം ഇത്രയേ ഉള്ളൂ.
ഇതെല്ലാം കറണ്ട് അഫയേഴ്സും എല്ലാം നോക്കി വെച്ചേക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഇന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണും. നല്ലോണം നോക്കി വെച്ചേക്കുക.